ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. നവകേരള മാർച്ചിന്റെ ഭാഗമായി പിണറായി കണ്ണൂരിൽ സംസാരിക്കേണ്ട തത്സമയ സംപ്രേഷണത്തിലേക്ക്. എന്തെങ്കിലും പ്രത്യേക നേട്ടങ്ങൾ ഉള്ളതുകൊണ്ടല്ല, ആ വിഭാഗത്തെ കൂടെ നിർത്താൻ നേതൃത്വം കൊടുത്തവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായി RSSനെ ശക്തിപ്പെടുത്താൻ നേരത്തെ ഒരുങ്ങി പുറപ്പെട്ടു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടിയുടെ ഭാരവാഹിയും ആയിക്കഴിഞ്ഞ അത്തരം നേതാക്കൾ അവരുടെ ഇവിടുത്തെ അണികളോട് പറയണം എന്താണ് RSSൻ്റെ പട്ടികജാതി പ്രേമം എന്നത്. ഈ രോഹിത്തിൻ്റെ പ്രശ്നം, രോഹിത്ത് നല്ല കഴിവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥിയാണ്. സാധാരണഗതിയിൽ ഉന്നതങ്ങളിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു പ്രതിഭയായിരുന്നു രോഹിത്ത്. ഇപ്പോൾ വന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നതാണ്. എന്നാൽ രോഹിത്ത് അടക്കമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. നേരത്തെ സർവകലാശാല ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്താനിടയായത് ഇവരുടെ തെറ്റുകൊണ്ടല്ല, ഇവർക്കെതിരെ RSSൻ്റെ വിദ്യാർത്ഥി സംഘടന പരാതിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. RSSൻ്റെ വിദ്യാർത്ഥി സംഘടന സംഘപരിവാർ താല്പര്യം വെച്ച് പരാതിപ്പെട്ടതാണ്. പട്ടികജാതി വിരോധത്തിൻ്റെ ഭാഗമായി പരാതിപ്പെട്ടതാണ്. പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇടപെടുകയാണ്. കേന്ദ്രമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുകയാണ്. മാത്രമല്ല, വൈസ് ചാൻസലറെ മാറ്റുകയാണ്. വൈസ് ചാൻസലറെ മാറ്റി പുതിയ വൈസ് ചാൻസലറെ കൊണ്ടുവരുന്നു. എന്താണ് ഇത്രമാത്രം വിരോധം കാണിക്കാനുള്ളൊരു സാഹചര്യം? എന്തിനാണ് പാവപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികളുടെ നേരെ ഇത്ര കടുത്ത വിരോധം കാണിക്കുന്നത്? അവർക്ക് പഠിക്കാനും വളരാനുമുള്ള അവസരം എന്തിനു നിഷേധിക്കുന്നു? അതാണ് RSSൻ്റെ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ പ്രത്യേക രീതിയിൽ കുറ്റം കണ്ടെത്തി ഇല്ലാത്ത കുറ്റം ആരോപിച്ച് പുറത്താക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അപ്പോൾ എത്രമാത്രം ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ കാണണം. അപ്പോൾ കേന്ദ്രമന്ത്രിക്കും വൈസ് ചാൻസലർക്കുമെതിരെ കേസ് എടുക്കേണ്ടതായിട്ടുണ്ട്. നിയമപ്രകാരമുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണം. മാതൃകാപരമായി നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം അതിക്രമങ്ങൾ തടയാൻ സാധിക്കൂ.
ഇപ്പോൾ പലയിടങ്ങളിലും പട്ടികജാതി വിഭാഗത്തിനെതിരെയുള്ള ആക്രമണങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്രമണം എന്ന് പറഞ്ഞാൽ ശാരീരിക ആക്രമണം മാത്രമല്ല, മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, നീതി നിഷേധിക്കൽ, അതിൻ്റെ ഭാഗമായി അതിനോട് യോജിക്കാനാവാതെ ഉദ്യോഗത്തിൽ നടക്കാൻ രാജിവെച്ചു പോകുന്ന സ്ഥിതി. ഒരു IAS ഓഫീസർ തന്നെ രാജിവെച്ചു പോകുന്ന കാര്യം രാജിവെച്ച് പോയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും അസഹിഷ്ണുത മുസ്ലിം വിഭാഗത്തിനും മതന്യൂനപക്ഷ വിഭാഗത്തിനും എതിരെ മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരെയും വലിയ തോതിൽ ഉയർന്നു വരികയാണ്. ഇന്നലെ കേരള ഹൈക്കോടതി വിജിലൻസിനെ പറ്റിയൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. വിജിലൻസ് വിജിലൻ്റ് അല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതായത് വിജിലൻസ് വകുപ്പ് എന്നൊന്നും ഇവിടെയുണ്ടോ എന്ന് ചോദിക്കുന്ന നില വന്നിരിക്കുകയാണ്. ഇത് ഒരു കാലത്തും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം വിജിലൻസിനൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ കഴിയണം. നമ്മുടെ നാട്ടിലെ വിജിലൻസ് പണ്ട് CBIയെക്കുറിച്ച് കൂട്ടിലടച്ച തത്ത എന്ന് പറഞ്ഞതിനേക്കാളും മോശമായ അവസ്ഥയിലാണ്. ഈയൊരു സാഹചര്യം ഉണ്ടാക്കിയതാരാ? പോലീസ് ഓഫീസർമാരെ അതിന് കുറ്റം പറയാൻ കഴിയില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ വിജിലൻസ് വകുപ്പ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഗവൺമെൻറ്റും തന്നെയാണ് ഇതിന് ഉത്തരവാദി. വളരെ കടുത്ത പരാമർശമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ അനുഭവത്തിലും കോടതി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരിക്കാൻ അർഹതയില്ലാത്ത ഒരു കൂട്ടർ അധികാരത്തിലിരിക്കുമ്പോൾ തുടരെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ആ വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് വിജിലൻസ് ഈ പരുവത്തിലായത്. അതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ബാബുവിൻ്റെ കേസിൻ്റെ കാര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ബാബുവിൻ്റെ കേസ് വിജിലൻസ് നേരത്തെ അന്വേഷിച്ചതിൽ തീർത്തും ഘടകവിരുദ്ധമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പരിഹാസ്യമാവുകയാണ് കാര്യങ്ങൾ. തങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ഒരു നിലയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളുടെ മാർച്ച് അടുത്ത പരിപാടി ഇരിട്ടിയിലാണ്. എന്ന് പറഞ്ഞാൽ പേരാവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പേരാവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള പരിപാടിക്ക് പോകുമ്പോൾ അവിടുന്ന് തന്നെ ആദിവാസി പ്രശ്നം തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ ആദിവാസിയുടെ ഗൗരവമായ പ്രശ്നങ്ങളായി. അതുകൊണ്ട് ആദിവാസി പ്രശ്നങ്ങളാകെ ഇപ്പോൾ ഉന്നയിക്കാനല്ല ഞാൻ തയ്യാറാകുന്നു. എന്നാൽ ആറളം ഫാമുമായി ബന്ധപ്പെട്ട് അവിടെ പുനരധിവസിപ്പിച്ചിട്ടുള്ള ആദിവാസികൾ അവരെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്
സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് LDF ഗവൺമെൻറ് ഒട്ടേറെ സൗകര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ LDF ഗവൺമെൻറ് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു തരത്തിലുള്ള സഹായവും ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് വസ്തുത. 396 കുടുംബങ്ങൾ ഇപ്പോഴും ഫലത്തിൽ ഭൂരഹിതരായി തുടരുകയാണ്. കാരണം അവർക്ക് പതിച്ചു നൽകിയ ഭൂമി കൃഷിയോഗ്യമാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വലിയ ഭീതിയോടെയാണ് അവിടെ ആദിവാസികൾക്ക് കഴിയേണ്ടി വരുന്നത്. 2 പേരെ ഇതിനകം കാട്ടാന കൊലപ്പെടുത്തി കഴിഞ്ഞു, മാധവിയെയും ബാലനെയും. കാട്ടുപന്നി ഒരു സ്ത്രീയെ, ചീരുവിനെ കൊലപ്പെടുത്തി. ഇങ്ങനെ വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ നിരവധിയാണ്. അപ്പോൾ ഭീതിയോടെയാണ് അവരവിടെ കഴിയുന്നത്. അവരെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അവർ 12 ദിവസം നമ്മുടെ ഇവിടെ കലക്ട്രേറ്റിന് മുന്നിൽ അവരുടെ വാദ്യമായ തുടി കൊട്ടിക്കൊണ്ട് രാപ്പകൽ സമരം നടത്തി. ഇതിൽ മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജയലക്ഷ്മിയും എല്ലാം പങ്കെടുത്തുകൊണ്ട് ചർച്ച നടക്കുകയുണ്ടായി. ഇവിടെയുള്ള 5 MLA-മാരും സഖാവ് P. ജയരാജനുമൊക്കെ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ അന്ന് വാഗ്ദത്തം ചെയ്തിരുന്ന തൊഴിൽ ഇപ്പോഴും നൽകിയിട്ടില്ല. ഒരു കുടുംബത്തിലൊരാൾക്ക് തൊഴിലെന്ന് വാഗ്ദത്തം ഉണ്ടായിരുന്നു, ഒന്നും നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്യജീവികൾ പ്രവേശിക്കാതിരിക്കണം. അതിനാവശ്യമായ വേലി വേണ്ടി വരും, അതിനുതകുന്ന വേലി. ഇതേവരെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലെല്ലാം വലുതാണ് റേഷൻ കാർഡിൻ്റെ പ്രശ്നം. വയനാട്ടിൽ നിന്നും മറ്റും ഇങ്ങോട്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ച ആ കുടുംബങ്ങൾക്ക് ഇപ്പോഴും റേഷൻ കാർഡില്ല. അപ്പോൾ എത്ര പരിതാപകരമായ അവസ്ഥയായിരിക്കും അവരുടെ. അപ്പോൾ ആദിവാസി ക്ഷേമത്തിന് വേണ്ടി ഞങ്ങളൊരു ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് പറയുന്നെങ്കിലും ഒരു കാര്യവും ഫലപ്രദമായി നടപ്പാക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ആറളത്തെ ആദിവാസി പ്രശ്നത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് കൂടുതൽ പ്രശ്നങ്ങൾ വയനാടിൻ്റെ ഭാഗമായി പറയുന്നതായിരിക്കും നന്നാവുക. ഇതാണ് പൊതുവിൽ പറയാനുള്ള കാര്യം. അല്ല, നമ്മുടെ ഡോക്ടർമാർ, അധ്യാപകർ, ചില
സമൂഹത്തിൻ്റെ മറ്റു മേഖലകളിലുള്ള ആൾക്കാർ, പൊതുകാര്യ പ്രസക്തരായിട്ടുള്ളവർ എല്ലാം ഉണ്ടായി. എല്ലായിടങ്ങളിലും അത്തരം ചർച്ചകളുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായുള്ള ചർച്ചയാണ് നടന്നത്. നിങ്ങളപ്പോൾ ഉണ്ടായിരുന്നില്ലേ? അത് എന്നാൽ അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ ഉണ്ടായത്. നല്ല ചർച്ചയായിരുന്നു. അത് എന്താണ്, എങ്ങനെയാണ് അവർ കാര്യങ്ങൾ കാണുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി എല്ലായിടങ്ങളിലും ഞങ്ങൾ ആ ചർച്ച നടത്തുന്നുണ്ട്. എല്ലായിടങ്ങളിലും വിവിധ സെക്ഷനുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് കാസർഗോഡും പയ്യന്നൂരും നടന്നിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെയും നടന്നത്. ഇന്നലെ മട്ടന്നൂർ വെച്ച് രക്തസാക്ഷി കുടുംബാംഗങ്ങളുമായിട്ടുള്ള സംവദിക്കലായിരുന്നു ഞങ്ങൾ നടത്തിയത്. കേരളത്തിൽ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അതെ, അല്ല, സെമി ഫൈനലും ഫൈനലും ഒക്കെ ശരി തന്നെ. ആരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് എന്നത് ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഇവിടെ LDFും UDFും തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP അങ്ങനെയൊരു പ്രധാന ശക്തിയല്ല. എന്നാൽ കുമ്മനം രാജശേഖരൻ 70+ എന്നൊരു അവകാശവാദം പുറപ്പെടുവിച്ചത് കണ്ടിട്ട് സമയത്തതയുള്ള ആരും അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കരുതുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം BJPക്കും RSSനും ഇവിടെ വേണ്ടത് അക്കൗണ്ട് തുടങ്ങലാണ്. ആ അക്കൗണ്ട് തുടങ്ങാനുള്ള സഹായം അവർക്ക് ലഭിച്ചാൽ മറിച്ച് സഹായം കൊടുക്കാനും അവർ തന്നെ തയ്യാറാണ്. ആ ഒരു നീക്കം നേരത്തെ UDFുമായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം വഹിച്ചുകൊണ്ട് RSSുമായി ബന്ധപ്പെട്ട് ഇവിടെ അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. ഞങ്ങൾ തമ്മിലൊന്നും സംസാരിച്ചിട്ടില്ല അതിനെപ്പറ്റി. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം പിരിയാം അല്ലേ? നവകേരള മാർച്ചിൻ്റെ ഭാഗമായി കണ്ണൂരിൽ പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.